അരി അരയ്ക്കാതെ മാവ് പുളിക്കാൻ വയ്ക്കാതെ വീട്ടിലുള്ള റവയും തൈരും വെച്ച് വെറും 10 മിനിറ്റ് കൊണ്ട് തട്ടുകടയിലെ പോലെ നല്ല പഞ്ഞിയായിട്ടുള്ള ബൺ ദോശ ഉണ്ടാക്കാം. ഈ ദോശയ്ക്ക് കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മിക്സിയുടെ ജാറിലേക്ക് 1 ബൗള് റവ, വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല, 1 ബൗൾ റവ ഇട്ട് കൊടുക്കുക. ഒരു അര ബൗള് അധികം പുളിയില്ലാത്ത തൈര്, പിന്നെ കുറച്ച് തേങ്ങ, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം, ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക. ഒരുപാട് ലൂസാകാൻ പാടില്ല, ഇത് കട്ടി വേണം. ഇഡ്ഡലിയുടെയൊക്കെ പരുവത്തിലായിരിക്കണം മാവ് വേണ്ടത്. മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ ഒരു 1/2 സ്പൂൺ കടുകിടുക. കടുകിട്ടതിന് ശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. മണത്തിന് വേണ്ടിയാണ് ഉലുവ ഇടുന്നത്. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒന്ന് വഴറ്റുക. അതിന് ശേഷം 1 സ്പൂൺ ഇഞ്ചി, അതും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് അത് ഇതിലേക്കിട്ട് അതും വഴറ്റുക. ഇഞ്ചിയുടെയും ഒക്കെ ഒരു പച്ച വേപ്പം മാറാൻ വേണ്ടി കുറച്ച് നേരം വഴറ്റുക. അതിനുശേഷം 2 പച്ചമുളക് ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് അതും ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് എല്ലാം കൂടി ചേർത്ത് വഴറ്റും. ഒരുപാട് ഗോൾഡൻ കളറൊന്നും ആവേണ്ട കാര്യമില്ല, ഒന്ന് വെന്ത് കിട്ടും ആ രീതിയിൽ ഒന്ന് വഴറ്റുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും അതും ചെറുതായിട്ട് അരിഞ്ഞൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം കുറച്ച് കായപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതും കൂടി ചേർത്ത് വഴറ്റുക. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഒന്ന് തണുത്തതിന് ശേഷം അത് മാവിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് 1/2 സ്പൂൺ ഉപ്പുപൊടി, 1/4 സ്പൂൺ സോഡാപ്പൊടി, പിന്നെ വഴറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, സവാള എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതും കൂടി നന്നായിട്ട് ഇളക്കുക. ഇനി ഒരു അപ്പച്ചട്ടിയോ ഒരു നോൺ സ്റ്റിക്ക് പാനോ വല്ലതും അടുപ്പിലേക്ക് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു തവി മാവെടുത്ത് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് അടച്ചു വയ്ക്കുക. എന്നിട്ട് 2 സൈഡും മറിച്ചിടുക. ഇവിടെ ബൺ ദോശ റെഡി ആയിട്ടുണ്ട്. തീ മീഡിയം ഫ്ലെയിമിലായിരിക്കണം വയ്ക്കേണ്ടത്. അടുത്ത വീണ്ടും ഇതുപോലെ ചെയ്യുക. വെളിച്ചെണ്ണ ഒഴിക്കുക, ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ചു വേവിച്ചെടുക്കുക. ബാക്കിയിരിക്കുന്ന മാവും ഇതുപോലെ തയ്യാറാക്കി എടുക്കുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കണമെന്ന് ആലോചിച്ച് വിഷമിക്കാതെ അടുക്കളയിലുള്ള റവയും തൈരും ചേർത്ത് നല്ലൊരു ബൺ ദോശ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല പഞ്ഞി പോലെ സോഫ്റ്റായ നല്ല രുചിയും മണവുമുള്ള ഒരു ഇൻസ്റ്റൻറ്റ് ബൺ ദോശ ഇവിടെ
നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ബൺദോശയ്ക്ക് കഴിക്കാനായിട്ട് ഒരു ചട്നി തയ്യാറാക്കാം. ഒരു ചെറിയ ബൗളെടുത്തതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളി അരിഞ്ഞിടുക, ഒരു അര സ്പൂണ് മുളക് പൊടി, കുറച്ച് തേങ്ങ, കുറച്ച് വെള്ളം, ഇതെല്ലാം കൂടെ ഒരു മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് അതിനെ ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി എല്ലാം കൂടെ ഒന്ന് കലക്കി അടുപ്പിലേക്ക് വയ്ക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇടണം. ഇട്ട് അതൊന്ന് അടുപ്പിലേക്ക് വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അതിന് ശേഷം ഇത് താളിച്ചൊഴിക്കണം. അതിന് വേണ്ടി ഒരു ചെറിയ ബൗളെടുത്ത് അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അര സ്പൂണ് കടുകിടുക, 2 ഉണക്കമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും അതും ഇതിലേക്കിട്ട് ഒന്നെല്ലാം കൂടി ഒന്ന് വഴറ്റുക. ഉള്ളി കരിഞ്ഞു പോകരുത്, ചെറിയ തീയിൽ വെച്ച് വേണം ചെയ്യാനായിട്ട്. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇടുക. എന്നിട്ട് അരച്ച് വെച്ചിരിക്കുന്ന അത് ഈ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചട്നിയും റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.